ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോണേ. ആദ്യം നമ്മൾ കുറച്ച് ചെയ്തു, വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ അരിഞ്ഞ് ഐസ് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് ഇപ്പോൾ ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഈ സാധനം വെള്ള കളറാവും. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് നോക്കണം. നമ്മൾ പറഞ്ഞമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിർത്താം. ഇനി നമുക്കിത് ഐസ് വെള്ളത്തിൽ ഇടണം. ഐസ് വെള്ളം എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ തിളച്ച് 5 മിനിറ്റായി. അപ്പോൾ നമ്മൾ ഇത് ഐസ് വെള്ളത്തിൽ ഇട്ടേക്കാണ്. നമുക്കിത് ഒന്ന് വെള്ളം ഊറ്റിയെടുക്കാം. അരിപ്പ വെച്ചിട്ടുണ്ട്. തണുത്ത വെള്ളത്തിലിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം കളയാം. കുറച്ച് നേരം വെള്ളം ഒന്ന് വാല വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞ് വാല വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺഫ്ലവർ പൊടി വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ പൊടി ഇല്ല. അതുകൊണ്ട് നമ്മൾ മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിത് ഇനി ഡ്രൈ ആയി ഒന്ന് വെള്ളം മാറിയ ശേഷം മാത്രം ഇതിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അതിൽ നമ്മൾ കുറച്ച് എരിവിന് വേണ്ടി കുരുമുളക് ആഡ് ചെയ്തു. പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് എരിവ് വേണമെങ്കിൽ ഇടാം. ഇനി നമ്മൾ വാല വെച്ച പൊട്ടറ്റോ എടുത്ത് ഇതിലേക്കിടാം. അരിപ്പടൊക്കെ ഇട്ടില്ല. ഇനി ക്രംസ് എടുക്കാം. ഇങ്ങനെ പയ്യെ ഇളക്കി സെറ്റാക്കി എടുക്കണം. എന്നാലേ ക്രിസ്പി മാതിരി ഇരിക്കുള്ളൂ. ഇനി നമുക്ക് നേരെ വറക്കണ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓണാക്കി വറക്കാൻ വേണ്ടി വെക്കാൻ പോവാണ്. ഒന്ന് എണ്ണ ചൂടാവട്ടെ. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. ഫ്രൈ ചെയ്യാനിട്ട് എണ്ണ ചൂടായിട്ടില്ല. അരിഞ്ഞിടാം. എൻ്റെ അമ്മയാണ് വറുത്ത് തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അരിപ്പൊടിയും. അപ്പോൾ ഇത് വറുത്ത് മുരിഞ്ഞ് കിട്ടി. നമ്മൾ ഇത് കോരി മാറ്റാണ്. ക്രിസ്പിയുടെ സൗണ്ട്. നമുക്കിനി ഒരു പ്രാവശ്യം കൂടി വറക്കാനുണ്ട്. കുറച്ചും കൂടിയും അതുകൊണ്ട് വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിപ്പിങ്സ് ഉണ്ടാക്കും.